തങ്ങൾ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ ഉപരിപഠനത്തിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മാംഗ്ലൂറും ബാംഗ്ലൂരും ഒക്കെയാണ് പോകുന്നത്. അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മജ്ലിസിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ അണ്ടറിൽ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് അക്കാഡമി അങ്ങനെയുള്ള പ്ലാനിങ്സ് മജ്ലിസിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. രാവിലെ ഞാൻ വാർത്ത കേട്ടു, കേരള ഗവൺമെൻറ് പുതിയ യൂണിവേഴ്സിറ്റിക്ക് പെർമിഷൻ കൊടുക്കുകയാണ്. അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് അല്ല, പ്രൈവറ്റ് ആണെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അത് പുതിയൊരു കാൽവെപ്പാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ആരാണ് കർണാടകത്തിലൊക്കെ കിട്ടുന്നുണ്ട്. ആരാണെങ്കിലും നല്ല ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായി നൽകുന്നത്. അൽഹംദുലില്ലാഹ് അത് നല്ലൊരു കാൽവെപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നോക്ക ജില്ലയിലെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും എന്ത് വില കൊടുത്തും മജ്ലിസ് അത് നിലനിർത്താനും അത് ആരംഭിക്കാനും തങ്ങളുടെ പ്രയത്നം കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ വിപ്ലവങ്ങൾ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട തങ്ങളിനോട് ഈ ഒരു നാട് അല്ലെങ്കിൽ ആദൂര് മലയോര മേഖല എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല എന്നുള്ളത് തന്നെയാണ്.